ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേട്ടൻ അലീനയോട് യാത്ര പറഞ്ഞിറങ്ങുക. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് സഹിക്കണില്ല. അലീന ചോദിച്ചു, അച്ഛൻ ഇനി മുതൽ ഒറ്റയ്ക്കല്ലേ അച്ഛാന്ന്? ഞാൻ എല്ലാ കാലത്തും ഒറ്റയായിരുന്നില്ലേ? ആരോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൂടെയെന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്നവരായിരിക്കണം. ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നില്ലേ എന്ന് അലീന ഇങ്ങനെ ബാലനോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ നീ എന്നാ വന്നത്? എത്ര ദിവസം എൻ്റെ കൂടെ നിന്നു എന്ന് അദ്ദേഹം ചോദിക്കുക അലീനയോട് ചെറു പുഞ്ചിരിയോടെ. 50 വർഷമായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്നാ മനുഷ്യൻ പറയാം. അലീനയ്ക്കതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം. പെട്ടെന്ന് അവിടെ നിന്നൊരു ചുമയുടെ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ സ്റ്റാൻലി അവിടെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവർ അച്ഛനും മോളും സംസാരിക്കുന്നിടത്തേക്ക് എങ്ങനെ ഇടിച്ചു കയറി ചെല്ലും എന്ന് വിചാരിച്ച് സ്റ്റാൻലി അവിടെ നിന്ന് നിന്നതാണ്. അതിനുശേഷം സ്റ്റാൻലി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഞാനിനി നിൽക്കുന്നില്ല മിസ്റ്റർ സ്റ്റാൻലി, ഞാൻ ഇറങ്ങാം. എൻ്റെ കടമ അത് ഞാൻ നിറവേറ്റി കഴിഞ്ഞു എന്ന് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും അലീന നിറകണ്ണുകളോടെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ മകളെ ലഭിച്ചു എന്ന് ബാലേട്ടൻ സ്റ്റാൻലിയോട് പറയണു. ഇപ്പോഴെല്ലാം അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. കാര്യമായ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വേണ്ടി വന്നില്ല. പക്ഷേ ഇവളെ ഇവിടെ എത്തിക്കുന്നതിനിടയിൽ ഞാൻ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നു എന്ന് ബാലേട്ടൻ ഇങ്ങനെ സ്റ്റാൻലിയോട് പറയാം. ഒക്കെ കേട്ട് ഇങ്ങനെ കരച്ചില്ല അലീന. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചു. ഇവൾക്കറിയാം, എല്ലാം ഇവൾക്കേ അറിയൂ എന്ന് ബാലേട്ടൻ ഇങ്ങനെ പറയുക. അതെല്ലാം കേട്ട അലീന ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എൻ്റെ ഊന്നുവടിയാ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത് എന്ന് ബാലേട്ടൻ ഇങ്ങനെ സ്റ്റാൻലിയോട് പറയുക കേട്ടോ. ഇനി ഞാൻ എവിടെ വീഴുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്നു ആ മനുഷ്യൻ ഇങ്ങനെ പറയുന്നേ. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് പിടി വിട്ടുപോയി. പോട്ടെ എന്ന് പറഞ്ഞ് ബാലേട്ടൻ ഇങ്ങനെ പോണു. ബാലേട്ടൻ പോയപ്പോഴത്തേക്കും അലീന ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും സ്റ്റാൻലി വന്ന് ബാലേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. ബാലേട്ടൻ്റെ കൈകളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബാലേട്ടനോട് നന്ദി പറയാം കേട്ടോ. ഭയങ്കര വേദനയോടെ എനിക്കതെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്നും അതുകൊണ്ടാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത്, നിങ്ങളാണ് ശരിക്കുള്ള അച്ഛനും മകളും എന്ന്. ഞാനല്ല എന്ന് സ്റ്റാൻലി ഇങ്ങനെ അദ്ദേഹത്തോട് പറയാം. ഞാനൊരു കെയർ ടേക്കർ മാത്രമാണെന്നും സ്റ്റാൻലി ബാലേട്ടനോട് പറയുക കേട്ടോ. അപ്പോൾ പോട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ബാലേട്ടൻ പോകുമ്പോഴത്തേക്കും അലീന പിന്നാലെ ചെല്ലും, അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ച്. സ്റ്റാൻലി ഇതിനൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച് നിൽക്കുന്നു. അപ്പം ഞാൻ ഒരു തവണ പറഞ്ഞതാ, എന്നാലും ഒരു തവണ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം കേട്ടോ എന്നും പറഞ്ഞ് സ്റ്റാൻലിയോട് നമ്മുടെ ബാലേട്ടൻ പറയാണ്, ഇവളൊരു ഭാരമായിട്ടോ ശല്യമായിട്ടോ എപ്പോൾ തോന്നിയാലും ഒരു മിസ് കോൾ അടിച്ചാൽ മതിയെന്ന് ബാലേട്ടൻ ഇങ്ങനെ സ്റ്റാൻലിയോട് പറയുന്നു. ഒരൊറ്റ വിളി മാത്രം മതി, ഞാൻ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് ബാലേട്ടൻ പറയുന്നു. ഇത് കേട്ടപ്പോഴത്തേക്കും അലീനയുടെ ചങ്ക് പൊട്ടി പോകുന്ന വേദനയോട് അലീന നെഞ്ചു പൊട്ടി നിന്ന് കരയുന്നു. അതും പറഞ്ഞാൽ മനുഷ്യനെ ഇറങ്ങിയപ്പോൾ അലീന പിന്നാലെ ചെല്ലുക. അപ്പോൾ വണ്ടിയുടെ അങ്ങോട്ടേക്ക് ചെന്നു. അലീനയുടെ പെട്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് അങ്ങോട്ടേക്ക് വെച്ചു, ബാലനും അലീനയും കൂടി ചേർന്ന്. അതിനുശേഷം ബാലേട്ടൻ പോകുമ്പോൾ ഇനി ഇടയ്ക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് ബാലേട്ടൻ അലീനയോട് പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് പിന്നെയും സങ്കടം വന്നു. ഇപ്പം മുതലേ നീ ഈ വീട്ടിലെ അംഗമാണെന്ന കാര്യം ബാലേട്ടൻ അലീനയോട് പറയുന്നു. അലീന ഇതൊക്കെ അത്ഭുതകരമായിട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. നിന്നോട് ഞാനായിട്ട് ഇനി ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അലീന നിന്ന് ഭയങ്കര കരച്ചിലും. നിനക്ക് എന്നോടായിരിക്കും കൂടുതലായിട്ട് പറയാനുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇല്ല, ഇനി ഒന്നും ഞാൻ പറയില്ല, എനിക്ക് ഇനി ഒന്നും പറയാനില്ല എന്ന് പറയണം. അച്ഛന് ശരിയെന്ന് തോന്നുന്നത് പോലെ എൻ്റെ അച്ഛൻ ചെയ്യണമെന്ന് അലീന ബാലനോട് പറയുക. അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഇപ്പം 3 മക്കളുണ്ടെന്ന് അലീന ബാലനോട് പറഞ്ഞു. അപ്പോൾ അവരുടെ ശരി കൂടി ഒന്ന് നോക്കിയേക്കണേ അച്ഛാ എത്രയും അലീന പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ അദ്ദേഹം മൂളി. എന്നെ ഏതോ കാട്ടിൽ കൊണ്ടുവിട്ടിട്ട് അച്ഛൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നതെന്ന് അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ബാലനോട് പറയുമ്പോൾ ബാലനിങ്ങനെ നിറകണ്ണുകളോട് അലീനയുടെ താടയിലിങ്ങനെ തട്ടി അലീനയോട് ഭയങ്കര ഇതായിട്ട് നിൽക്കും. അപ്പം അച്ഛൻ നേരെ വീട്ടിലേക്കാണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാനൊരു ഹോട്ടലിൽ റൂം എടുക്കുമെന്ന് പറഞ്ഞു. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് കടപ്പാട്ട് ഒരു വീട്ടിലോട്ട് ചെന്ന് കയറാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ അലീനയോട് പറയാം. അപ്പം അങ്ങനെ നമ്മുടെ അലീന കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ അച്ഛൻ മകളോട് യാത്ര പറഞ്ഞു. തിരിച്ചു കയറുന്ന അവരെല്ലാവരും വിഷമത്തോടെ നോക്കുള്ളൂ. ചോദിക്കും എന്നോട് നിന്നെപ്പറ്റി, നിന്നെ കൊണ്ടാക്കിയ സ്ഥലത്തെ പറ്റി, കൊണ്ടുവിട്ടോ എന്ന് എന്നോട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുക. ഞാൻ അതിനൊക്കെ അവരോട് മറുപടി പറയണ്ടേ എന്നൊക്കെ ബാലേട്ടൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ.
അതൊക്കെ കേട്ട് അലീനയിൽ നിന്ന് കരച്ചിലോട് കരച്ചില്ല. സ്റ്റാൻലി ഇതൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്, ഇവരുടെ ആ ഒരു മാനസിക അടുപ്പമൊക്കെ കണ്ട്. പിന്നെ നിനക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ. ഈ പുനലൂരെന്ന് പറഞ്ഞ വലിയ ദൂരവും കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും വിഷമം തോന്നിയാ എന്നെ വിളിച്ചേക്കണമെന്നും ബാലേട്ടൻ അലീനയോട് പറയാട്ടോ. എനിക്കിവിടേക്ക് എത്താൻ 1/2 മണിക്കൂർ മതിയെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് സഹിക്കുന്നില്ല. അപ്പം എന്നെ ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ടെന്ന് അലീന അന്നേരം പറഞ്ഞു. ഞാൻ എങ്ങനെയും ഞാൻ പിടിച്ചു നിൽക്കും, അത് എവിടെയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ നിൽക്കുമെന്ന് പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാ മോളെ, 100% ശരിയാ. പക്ഷെ നീ ഇല്ലാത്ത വീട്ടിൽ ജീവിച്ച് ശീലിക്കാൻ ഞാനും എൻ്റെ മക്കളും കുറച്ച് വിഷമിക്കുമെന്ന് ബാലേട്ടൻ അന്നേരം പറഞ്ഞു. സാരമില്ല, ആരും എന്നും കൂടെ ഉണ്ടാവത്തില്ലല്ലോ എന്ന് അദ്ദേഹം അലീനയോട് പറയാട്ടോ. അപ്പോൾ കേട്ടപ്പോൾ അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ വിഷമിക്കരുത്, വയ്യാത്ത ആളാണെന്ന് അച്ഛൻ ഓർക്കണം, മരുന്നുകളൊന്നും കഴിക്കാൻ മറന്നു പോയേക്കരുത്, ഇതൊക്കെ പറയാം. ഞാൻ കൃഷ്ണമ്മളോട് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ അലീന പറയാം. ഇതൊക്കെ കേട്ടപ്പോൾ ബാലേട്ടനെ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അലീനയ്ക്ക് ബാലേട്ടനോടുള്ള ഒരു സ്നേഹം കരുതലൊക്കെ കഴിഞ്ഞോന്ന് ചോദിച്ചു. ഇല്ല, കഴിഞ്ഞില്ല അച്ഛാ, ഇനിയും എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ, മോളെ ഇവിടെ ജീവിക്കുമ്പോൾ ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ നീ ഇവിടെ ജീവിച്ചോളണമെന്ന് ബാലേട്ടൻ ഇങ്ങനെ അലീനയ്ക്ക് ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുവാണ്. നീ ഇവിടെ ഒരു വേലക്കാരി അല്ലാന്നും അത്ര മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്നും പറഞ്ഞു. ഞാൻ പോട്ടെ മോളെ എന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പോകാൻ നോക്കുവാട്ടോ. അങ്ങനെ അലീനയെ ചേർത്ത് പിടിച്ച് ഒരു കരച്ചിലൊക്കെ കരഞ്ഞ് താങ്ക്സ് ഫോർ എവറിത്തിങ് അങ്ങനെ അലീനയോട് പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. അച്ഛൻ പോകുന്നത് നെഞ്ചു കീറുന്ന വേദനയോടെ നമ്മുടെ അലീന നോക്കി നിൽക്കുക. സമയത്ത് ബാലേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അലീന ഇങ്ങനെ ആ വണ്ടി പോയി മറയുന്നത് വരെ അവിടെ ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെ അലീന ഒറ്റയായി എന്ന് അലീനയ്ക്ക് മനസ്സിലായി. ആ സമയത്ത് സ്റ്റാൻലി ഇറങ്ങി വരുവാണ്. അപ്പോൾ അതേ ബാക്കിയുള്ള ജോലിക്കാരും ഒക്കെ ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നു. ചങ്ക് പൊട്ടി അലീന കണ്ണുനീരൊക്കെ തുടച്ച് തിരിച്ചകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ തൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അലീന ഇങ്ങനെ ഇവരെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ. ആ സമയത്ത് സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ ആ ചേട്ടനോട് അലീനയുടെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ റൂം അറേഞ്ച് ചെയ്തു എന്ന് ഈ ഗാരസിനോട് ചോദിക്കുമ്പം അത് സാബ് തന്നോട് ഞാൻ ഗസ്റ്റ് റൂം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് സ്റ്റാൻലി ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുക. അപ്പോൾ ഈ തൻ്റെ പെട്ടികളൊക്കെ അലീന എടുക്കുമ്പം അതൊക്കെ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു സ്റ്റാൻലി. ആൻ്റപ്പൻ അതൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാരമില്ല, എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അലീന. ആൻ്റപ്പ നീയല്ലേ അതൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ടത്, എത്ര സമയമായി അതവിടെ ഇറക്കി വെച്ചിട്ടെന്നൊക്കെ ചോദിച്ചു. അത് റൂമിൽ കൊണ്ടുപോയി വെക്കാനെന്ന് ആരെങ്കിലും പറയണം, അപ്പം ഞാൻ തന്നെ ചെയ്തോളാം സാറെന്നും പറഞ്ഞിങ്ങനെ ആൻ്റപ്പൻ അതിങ്ങനെ തന്നേക്കും എം സാബ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അലീന ഇങ്ങനെ അന്തം വിട്ട് നോക്കാം. എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞു, പേര് വിളിച്ചാൽ മതിയെന്ന് അലീന പറയാം. അലീന അതാ എൻ്റെ പേര്, അപ്പോൾ ലഗേജ് ഞാൻ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് ഇതെടുക്കാൻ പറ്റും, ഞാൻ പിന്നെന്തിനാ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നതെന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അലീന ആണെങ്കിൽ ഒന്നിനെ സമ്മതിക്കുന്നുമില്ല. ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇനിയും അത് മതിയെന്ന് അലീന ഇങ്ങനെ പറയാം കേട്ടോ. എനിക്ക് മുറി കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പം ഇതിൽ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആൻ്റപ്പൻ ചേട്ടൻ കൊണ്ടുവന്നു. അപ്പം സ്റ്റാൻലി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ എന്ത് ശരിയാകും, അപ്പം ശരിയാകും സാർ എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റപ്പൻ അവിടെ നിന്ന് കയറിപ്പോയി. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ അലീനയും കൊണ്ട് ആൻ്റപ്പൻ ചേട്ടൻ റൂമിലേക്ക് ചെല്ലുന്നു. അലീനയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന റൂം കണ്ടപ്പോൾ അലീന തന്നെ ഞെട്ടിപ്പോയി. ഇതെന്നതാ ഇത് കൊട്ടാരോ എന്നുള്ളൊരു രീതിയിൽ അലീന ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതാണ് അലീനയുടെ റൂമെന്ന് ആൻ്റപ്പൻ ചേട്ടൻ പറഞ്ഞു. അയ്യോ എനിക്ക് ഇത്രയും വലിയ റൂമൊന്നും വേണ്ടാന്ന് പറഞ്ഞു, ഒരു ചെറിയ മുറി കിട്ടിയാൽ മതിയെന്ന് അലീന പറയാം. ഈ ബാഗെല്ലാം വെക്കാനും ഒരലമാരത്തട്ടും മതി, ഇതിനേക്കാളും വലിയ മുറികളാണ് ഇവിടെ ഉള്ളതെല്ലാം, ബാഗെല്ലാം അങ്ങോട്ട് വെച്ചോ എന്നും പറഞ്ഞ് അദ്ദേഹം അത് കാണിച്ചും കൊടുത്തു. അങ്ങനെ അലമാരിയൊക്കെ തുറന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ അലീനയുടെ അടുത്തേക്ക് അവിടുത്തെ ആ ഒരു പട്ടിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന് അലീനയുടെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ കിടക്കുക. ഇത് കണ്ടപ്പോൾ അലീന ഇങ്ങനെ അത്ഭുതമായിട്ട് ഇങ്ങനെ നിങ്ങളെ നോക്കും. അതുപോലെ തന്നെ ആൻ്റപ്പനും. എന്നിട്ട് പെട്ടിയൊക്കെ അരച്ചിട്ട് അലീന ഇങ്ങനെ പട്ടികളെയൊക്കെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടും തലയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പം നിങ്ങൾ എവിടെയാണ് കിടക്കുന്നേ, അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു കൊച്ചു മുറി കിട്ടുമോ എന്നൊക്കെ അലീന ഇങ്ങനെ പട്ടിക്കുഞ്ഞുങ്ങളോട് ചോദിക്കുക. അപ്പോഴത്തേക്കും സ്റ്റാൻലി അങ്ങോട്ടേക്ക് വന്നു. ജെറി സാം ഈ മുറിയിൽ കയറരുത് കേട്ടല്ലോ എന്നും പറഞ്ഞിങ്ങനെ പറയാം. അങ്ങനെ അതുങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ആ സൈഡ് വഴി ഇറങ്ങി അങ്ങ് പോയി. അപ്പം അലീന ഇങ്ങനെ നോക്കുക കേട്ടോ. പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അനുസരിച്ചു. അപ്പോഴത്തേക്ക് സ്റ്റാൻലി എന്നിട്ട് റൂമിലേക്ക് കയറി വന്നു. റൂമിലേക്ക് കയറി വന്നിട്ട് അലീന ഇതാണ് നിൻ്റെ റൂമെന്ന് പറഞ്ഞു. നീ ഈ റൂമിലാണ് താമസിക്കേണ്ടതെന്നും പറഞ്ഞു. എന്തൊക്കെയാണ് നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാം.
അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമം. ആൻ്റപ്പൻ ദേ ഈ മുറിയിൽ ഒരു TV വെക്കണമെന്ന് പറഞ്ഞു. പിന്നെ കോസ്മെറ്റിക്സ് അപ്പോൾ അലീനയോട് ചോദിച്ചിട്ട് എൻ്റെ ലിസ്റ്റൊക്കെ എടുത്ത് തരണമെന്ന് പറയും. അപ്പോൾ എനിക്കതൊന്നും വേണ്ടാന്ന് അലീന പറയാം. ആവശ്യമുള്ളതെല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന് അലീന പറയാം കേട്ടോ. അന്നേരം അലീന ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ നോക്കണമെന്ന് അലീനയോട് സ്റ്റാൻലി പറഞ്ഞു. എന്തൊക്കെ ഡ്രസ്സാണ് വേണ്ടതെന്ന് നോട്ട് ചെയ്ത് വെക്കണമെന്നും പറഞ്ഞു. അല്ലെങ്കിൽ നാളെ നമുക്ക് പുനലൂരിലോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ ഒക്കെ പർച്ചേസിന് പോകാം. അപ്പോൾ ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുക്കാം. എന്താ, അല്ലെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് പോകണോ, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഡ്രസ്സും ഉണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ടെന്ന് അലീന പറയാം. അതെല്ലാം ഇരുന്നോട്ടെ, ഡ്രസ്സ് ഒരിക്കലും പെൺകുട്ടികൾക്ക് അധികമായി തോന്നില്ല എന്നും ഇവിടെയാണ് ഇനി അലീനയുടെ ജീവിതമെന്ന് സ്റ്റാൻലി അലീനയോട് പറയുന്നു. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ അലീനയോട് പറയും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലൈഫ് സ്റ്റൈല് അത് മൊത്തത്തിൽ മാറണം, മാറ്റിയേ പറ്റൂ എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പിന്നെ കീറിയ ഉടുപ്പ് തുന്നി തയ്ച്ച് ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് ഞാൻ. അതുപോലെ മാറിയിടാൻ വേറൊരെണ്ണത്തിന് വേണ്ടി ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സ്റ്റാലിയുടെ മുഖമൊക്കെ വല്ലാതായിട്ടോ. അന്നില്ലാത്ത ഡ്രസ്സ് ഇന്ന് എന്തിനാണെന്ന് അലീന സ്റ്റാൻലിയോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടിയൊന്നും ഇല്ല അദ്ദേഹത്തിന്. ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ അലീനയെ നോക്കി ഇങ്ങനെ മനുഷ്യൻ നിൽക്കുക. സോറി എന്ന് അച്ഛൻ മകളോട് പറയുന്നു. അങ്ങനെ അലീന സ്റ്റാൻലിയെ തന്നെ ഇങ്ങനെ നേരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നല്ലോ എൻ്റെ മകള് അത്രയും വിഷമത്തിലുണ്ടായിരുന്നു എന്നുള്ളത്. നീ ഉള്ളതുപോലെ ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറയാം. നീ എവിടെയാണെന്നോ നീ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയുമായിരുന്നില്ല എന്ന് സ്റ്റാൻലി പറഞ്ഞപ്പം ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നും അല്ലല്ലോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. അങ്ങനെ ഒരു വിഷമകാലം കടന്നു പോകുന്ന എനിക്ക് വെറുതെ പൈസ ചിലവാക്കുന്നത് സങ്കടമുള്ള കാര്യമാണ്, അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് അലീന സ്റ്റാൻലിയോട് പറയാം കേട്ടോ. ഇറ്റ്സ് ഓക്കെ, നമുക്കതൊക്കെ നോക്കാം. ആൻ്റപ്പാ കുട്ടിയെ നമ്മുടെ വീടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. എല്ലാ മുറികളും ഔട്ട് ഹൗസ്, ഗാർഡൻ, കിച്ചൺ എല്ലാം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ജി സബ് എന്ന് പറഞ്ഞ ആൻ്റപ്പൻ ചേട്ടൻ അവിടെ നിൽക്കുക. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സ്റ്റാൻലി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. സ്റ്റാൻലി അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആൻ്റപ്പൻ ചേട്ടനും അലീനയും കൂടെ ആ റൂമിൽ ഇങ്ങനെ നിൽക്കുക. അലീനയ്ക്ക് മുറി കണ്ടിട്ട് ശ്വാസം മുട്ടും കേട്ടോ. അത്രയ്ക്ക് ബ്രഹ്മാണ്ഡ മുറിയാണ് അലീനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാലൻ തിരിച്ചു പോരുക, കരഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ച് പോരുവാണ്. വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി അങ്ങ് നിർത്തിയിട്ട് ഭയങ്കര കരച്ചിൽ, ഉള്ളു തുറന്ന് നമ്മുടെ ബാലനൊന്ന് കരഞ്ഞു. അതിനുശേഷം വീണ്ടും വണ്ടി എടുത്തു, അങ്ങനെ പോണു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ്റെ ഫോണിലേക്ക് ഒരു കോള് വിളിച്ചത് വേറെ ആരുമല്ല, മനു. കോൾ എടുത്തു. ഹലോ മനു, അങ്ങളിപ്പോൾ എവിടെയാന്ന് ചോദിച്ചോ. അപ്പോൾ ഞാൻ കുളത്തൂർ പുഴയാ, അവിടെ നിന്ന് തിരിച്ചു പോകുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുക, നീ ഇത് എവിടെയാന്ന് ചോദിച്ചു. അപ്പം ഞാൻ കടപ്പാട്ടൂർ വീട്ടിലുണ്ട്. ഓ നീ അവിടെ എത്തിയോ? അതേതായാലും നന്നായി കേട്ടോ. ഞാൻ ആൻറ്റിയെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. ആരെ? വൈജയോ? അലീന എന്ന ശത്രു ഒഴിഞ്ഞു പോയല്ലോ. അപ്പോൾ ആൻറ്റി തിരിച്ചെത്തി കളം തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പം ജയിച്ചെന്നായിരിക്കും അവളുടെ വിചാരമല്ലേ എന്ന് ബാലേട്ടൻ മനുവിനോട് ചോദിക്കുക. തോപ്പിയിടാൻ പോവുകയാണെന്നുള്ള കാര്യം അതവൾക്ക് അറിയില്ലല്ലോ മനു. അങ്കളെ അവിടെ എത്തിയിട്ട് കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ചപ്പം അലീനെ അവളുടെ യഥാർത്ഥ ഉടമസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ കടമ അവിടെ തീർന്നു എന്ന് ബാലേട്ടൻ പറഞ്ഞു. അങ്ങനെ അതൊന്നും തീരില്ല അങ്കളെ. ദേ ആ വീടും വീട്ടുകാരുമായിട്ട് അലീന പരിചയത്തിലായോ? അവിടെ സ്റ്റാൻലി ജോസഫും അയാളുടെ ജോലിക്കാരും മാത്രമേ ഉള്ളൂ. ഭാര്യയും മക്കളും അഞ്ചൽ എന്നുള്ളൊരു സ്ഥലത്ത് വേറെയാണ്. അപ്പോൾ കുളത്തൂർ പുഴയുള്ളത് അയാളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവാണെന്ന് പറഞ്ഞു. ഭാര്യയ്ക്കും മക്കൾക്കും അറിയോ അലീന സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണെന്നുള്ളത്? അവരുടെ സമ്മതത്തോടെയാണോ സ്റ്റാൻലി ജോസഫ് അലീനയെ ഏറ്റെടുത്തത് എന്നൊക്കെ മനു ഇങ്ങനെ ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ലടാ, അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടുമില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കിട്ട് തോന്നിയതുമില്ല എന്ന് ബാലൻ അന്നേരം പറഞ്ഞു. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളില്ലേ? അപ്പോൾ പ്രശ്നം ഉണ്ടാകും, അത് അവർ തന്നെ സോൾവ് ചെയ്യുകയും ചെയ്തോളും. നമുക്ക് നമ്മുടേതായിട്ടുള്ള എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളില്ലേ, അതിനിടയ്ക്ക് കുളത്തൂർ പുഴയിലെ ഭാരവും അല്ലെങ്കിൽ അതും കൂടെ എടുത്ത് തലയിലേക്ക് വെക്കാൻ എന്നെക്കൊണ്ട് വയ്യ എന്ന് ബാലേട്ടൻ പറയണം. ഇതൊക്കെ കേട്ട് മനു അങ്ങനെ ആകെ അന്താളിച്ചിങ്ങനെ നിൽക്കുന്നു. എന്തായാലും അത്രയും പറഞ്ഞ് നമ്മുടെ ബാലേട്ടൻ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചിട്ട്
ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. ആരും മിസ് ചെയ്ത് കളയില്ലല്ലോ. എല്ലാവർക്കും സിയോ.